എല്ലാ വർഷവും പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന ഒരു പേര് ചിപ്പി എന്നായിരിക്കും. ഈ വർഷവും അതുപോലെ തന്നെ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചിപ്പി ചേച്ചി എവിടെയെന്നുള്ളത്. ചിപ്പി ചേച്ചി പതിവ് പോലെ തന്നെ പതിവ് സ്ഥലത്ത് തന്നെയാണ് ഇത്തവണയും പൊങ്കാല ഇടുന്നത് അല്ലേ? അതെ, ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. അപ്പം ക്ഷേത്രത്തിന് അടുത്താണ്, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു തരാറുണ്ട്. അപ്പം അതുകൊണ്ട് എത്രാമത്തെ വർഷമായി ചേച്ചി വന്നിട്ട്? പൊങ്കാല ഒരുപാട് വർഷമായി. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല, കാരണം ഇപ്പൊ കുറച്ച് നാളായിട്ട് നിങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് അങ്ങനെ ഒരു എത്ര കൗണ്ട് എന്നുള്ളത് നോക്കുന്നത്. ഒരുപാട് വർഷമായിട്ട് ഞാൻ സ്കൂൾ ഡേയ്സ് തൊട്ട് വരുന്നതാണ്, അപ്പം അത്രയും വർഷമുണ്ട്. ആ ഒരു വർഷത്തെ ഇത്രയും വർഷത്തെ ഒരു മാറ്റം എങ്ങനെ ചേച്ചി? തിരക്ക് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഓരോ വർഷം. നിങ്ങൾക്കും അറിയാലോ, കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം വരുമ്പോൾ ഉള്ള, അതും ഒരുപാട് ദൂരത്തുനിന്നുള്ളവർ വരുന്ന, ഞാനും ചാനലിലൊക്കെ കാണാറുണ്ട്, ന്യൂസിൽ കാണുമ്പോൾ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ 2 ദിവസമായിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഓരോ വർഷവും നമ്മളിപ്പോ ഒരു പൊങ്കാല നിവേദ്യം അർപ്പിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹ സഭയിലും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ? ചേച്ചി എങ്ങനെയാ സാധാരണ ഈ തവണ ഏതാണ് നിവേദ്യം അർപ്പിക്കുന്നത്? അമ്മയ്ക്ക് പായസം ഉണ്ട്, വെള്ളച്ചോറ്, പയറ്. സാധാരണ സ്ഥിരം അത് തന്നെയാണോ അല്ലെങ്കിൽ ഓരോ? ഇല്ല, ചിലപ്പോ തെരളി എല്ലാം ഉണ്ട്. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുമ്പോ അതങ്ങ് ഫിക്സ് ചെയ്യും. ഈ വർഷവും ഇപ്പൊ എന്തെങ്കിലും പ്രത്യേകമായിട്ടാണോ ഇങ്ങനെ, അതോ സാധാരണ പോലെ തന്നെ ആറ്റുകാലമ്മയെ കാണുന്നുണ്ട്? അങ്ങനെ ഈ വർഷത്തെ കുറച്ചുകൂടെ ഒരു സ്പെഷ്യൽ തുടരും റിലീസുണ്ട് ഉടനെ, അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയും ഉണ്ട് അമ്മയോട്. നന്നായിട്ട് വരും എന്നുള്ള പ്രതീക്ഷ. എങ്ങനെ കാണുന്നു ആ ഒരു ചിത്രത്തെ? എങ്ങനെയാണ്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കങ്ങ് തിയേറ്ററിൽ കണ്ടോളാൻ വയ്യാതിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ലാലേട്ടൻ ശോഭന ചേച്ചി കോംബോ ഒക്കെ കുറെ നാൾ കൂടി കാണുമല്ലേ. അപ്പം ഞാനും പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും അതിന് തിയേറ്ററിൽ വരാൻ വെയിറ്റ് ചെയ്യാണ്. ഉടനെ വരും. ഞങ്ങളെല്ലാരും കാത്തിരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പം അധികം സമയമില്ല പൊങ്കാലയ്ക്കാണെങ്കിലും. അതെ, ഇനിയിപ്പോ അധികം മണിക്കൂറില്ല പൊങ്കാല ഇടാൻ വേണ്ടി. ചേച്ചി ഞാൻ അങ്ങോട്ട് പോയി. വളരെ നന്ദി ചേച്ചി.